ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് രാവിലെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഉടനെ തന്നെ ഒരു അമ്പലത്തിൽ പോകണം. അപ്പം വീട്ടിൽ വന്ന് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഭയങ്കര ഒരു സൗണ്ട് കേട്ടത്. അപ്പം നമ്മൾ പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ ദേ വന്നിരിക്കുന്നു മയിൽ. അപ്പോൾ സാധാരണ ഇവിടെ മിക്കവാറും മയിൽ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആദ്യമായിട്ട് വന്ന ഇതാണ്. നേരത്തെ നീല കളറായിരുന്നു വന്നിട്ടുള്ളത്. ഇത് ഒരു പച്ച നിറമായിരുന്നു കേട്ടോ അതിൻ്റെ കൊക്കിൻ്റെ അവിടെയൊക്കെ. അപ്പോൾ അത് ഒരുപാടങ്ങ് അടുക്കുന്ന ടൈപ്പൊന്നും അല്ലായിരുന്നു. സാധാരണ ഇവിടെ വരുന്ന മയിലാണെങ്കിൽ നന്നായിട്ട് നമുക്ക് മനുഷ്യരായിട്ട് അടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതങ്ങ് പെരയുടെ മേളിൽ നിന്ന് അങ്ങോട്ടങ്ങ് പോയി. പിന്നെ ഇതേ നമ്മുടെ ഉണ്ണിക്കണ്ണന്മാരും രാധമാരും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഉണ്ണിയൂട്ടാണ് കേട്ടോ അമ്പലത്തിൽ. ഇന്ന് സപ്താഹത്തിൻ്റെ 3ാമത്തെ ദിവസമായിരുന്നേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലെ കുട്ടിപ്പട്ടാളങ്ങളെ എല്ലാം അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൃഷ്ണനാവേണ്ടവർക്ക് കൃഷ്ണനാവാം, രാധയാവേണ്ടവർക്ക് രാധയാവാം എന്ന് നമുക്ക് യജ്ഞാചാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പേരെ നമ്മൾ കൃഷ്ണനായിട്ട് ഒരുക്കി, കുറച്ച് പേരെ രാധയായിട്ട് ഒരുക്കി. അപ്പോൾ എല്ലാവരും സെറ്റായിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഫൈനൽ ടച്ചപ്പ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴേ ശങ്കരിയുടെ ഓടക്കുഴലൊക്കെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് അവർക്ക് ഇടാനുള്ള മാലയാണ്. അപ്പോൾ അത് കെട്ടി വെച്ചതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ കിടക്കുന്നത്. പിന്നെ അത് ലച്ചു രാധയായിട്ടായിരുന്നു ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും പോകാനുള്ള തിടുക്കത്തിൽ നിൽക്കുകയാണ്. വേഗം വാ, വേഗം പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ കൊച്ചു പിള്ളേരെയൊക്കെ മാനേജ് ചെയ്യാൻ കുറച്ച് പാടാണല്ലോ. അപ്പോൾ അവരെയൊക്കെ ഒരുക്കി ഒന്ന് ഇറക്കി നിർത്താൻ തന്നെ ടൈം എടുക്കും. അപ്പോൾ എല്ലാവരെയും ഒന്ന് ഒരുക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ശങ്കരി താഴെ വയ്ക്കാതെ എടുത്തുകൊണ്ട് തന്നെ നിൽക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ തറയിൽ നിർത്തി കഴിഞ്ഞാൽ അവൾ ഇറങ്ങി ഓടാൻ ചാൻസ് ഉണ്ട്. പിന്നെ മേക്കപ്പ് ഇട്ടിരിക്കുന്ന എല്ലാം കൊളാക്കാനും ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളെല്ലാവരെയും കൂടി വിളിച്ചിറക്കി എല്ലാത്തിനെയും കൊണ്ട് പോവുകയാണ് അമ്പലത്തിലേക്ക്. നമുക്ക് ഒരുപാട് ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ അനൗൺസ് ചെയ്യുമ്പോൾ നമുക്ക് പോയാൽ മതി. എങ്കിലും ഇവരെയൊക്കെ കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ അവിടെ പോയി നിന്നത്. അവിടെ പോയി നിന്നപ്പോഴത്തേക്കും ശങ്കരി അവിടെ ഒരു സൈഡിൽ നിന്ന് ഉടുപ്പൊക്കെ അഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫൈനലായിട്ട് എല്ലാവർക്കും ഒന്ന് പിന്നൊക്കെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാ തവണയും 1-2 പേരൊക്കെ കുറവായിരിക്കും. ഇത്തവണ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ണിയൂട്ടിന് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആലാണ്. ആലിനോട് ചേർത്തൊരു മാവും കൂടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് കുളമാവാണ് കേട്ടോ. അതിനകത്ത് മാങ്ങ ശരിക്കും നല്ലതായിട്ട് പഴുത്ത് വീണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പച്ചയും വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ നുള്ളി പെറുക്കി എനിക്ക് 3-4 കുളമാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഇതേ ഉണ്ണിയൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് വിളമ്പിയ പ്രസാദത്തിൻ്റെ ബാക്കി നമുക്കും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ലഡുവും ജിലേബിയും എല്ലാ സ്വീറ്റ്സും ഉണ്ടായിരുന്നു, പിന്നെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം നമ്മളും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ അന്നദാനത്തിൻ്റെ ക്യൂവിലേക്ക് കയറി. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ പിന്നീടാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇതേ ഞാൻ സാമ്പാറിട്ട് ഇളക്കിയതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.